ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ കാതുകുത്തി കമ്മൽ അണിയിക്കുന്ന ചടങ്ങും സ്വർണ്ണത്തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങും കായംകുളത്ത് നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ കാതുകുത്തി കമ്മലണിയിക്കുന്ന ചടങ്ങും സ്വർണ്ണത്തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങും കായംകുളത്ത് സംഘടിപ്പിച്ചു. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഏക പ്രസ്ഥാനമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ. സംസ്ഥാന വ്യാപകമായി വിശ്വകർമ്മ ദിനം ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 50 ലക്ഷത്തിൽ പരം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടപ്പാക്കുന്നത്. അതിൽ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് പഴയകാല സ്വർണ്ണ വ്യാപാരികളെ ആദരിക്കുക എന്നുള്ളതാണ്. രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക, അതുപോലെ നിർധനരായ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണക്കമ്മൽ സൗജന്യമായി നൽകി കാതുകുത്തി കൊടുക്കുന്ന കാതണി ഉത്സവം നടപ്പാക്കുക തുടങ്ങിയ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർണ്ണ വ്യാപാരത്തോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗങ്ങളിലും സജീവ സാന്നിധ്യമായി എന്ന് നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് AKGSMA. 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രൂപം കൊണ്ടത് കാലം മുതൽ ഇന്ന് വരെയും അവരവരുടെ വ്യാപാരത്തിനോടൊപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയുള്ള ഒരു വർഷക്കാലം പല പല സാമൂഹ്യ പദ്ധതികളാണ് സംഘടന നടപ്പാക്കിയിട്ടുള്ളത്. അതിന്റെ എല്ലാം മുന്നോടിയായിട്ട് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. അതെനിക്ക് സാമ്പത്തികമായിട്ട് തന്നെ ഈ സ്വർണ്ണപ്പണിക്കാര് കുറച്ച് നല്ല മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് കുറച്ച് നല്ല ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി സ്വർണ്ണ സ്ഥാപനങ്ങളെല്ലാം തന്നെ മെഷീൻ കട്ടിങ് സ്വർണ്ണാഭരണങ്ങൾ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നത് മൂലം സ്വർണ്ണപ്പണിക്കാരെല്ലാം തന്നെ നല്ലൊരു ശതമാനം ആളുകളും വളരെ പണിയില്ലാതെ തന്നെ വളരെ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അന്ന് അവരുടെ കലാവൈഭവങ്ങൾ കരകൗശല വിരുദ്ധകളൊക്കെ തന്നെ അന്ന് ഈ സ്വർണ്ണ ആഭരണങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇന്ന് കണ്ടിരുന്നു എങ്കിൽ ഇന്നത് മിഷന്റെ യുഗമാണ്. എങ്കിലും ഇന്നും സ്വർണ്ണാഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജ്വല്ലറികളിലും ഒക്കെ തന്നെ ഇവരുടെ ഒരു ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകം തന്നെയാണ് ഇന്നും എന്നുള്ളത്. അപ്പൊ ഈ അവസരത്തിൽ നമ്മുടെ ഈ സ്വർണ്ണപ്പണിക്കാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് കാണിച്ച ഇതിന്റെ ഭാരവാഹികളോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ഈ സംസ്ഥാന വ്യാപകമായിട്ട് 1000-ന് മേളിൽ കുഞ്ഞുങ്ങളുടെ കാതുകുത്തി അവർക്ക് കമ്മലിട്ട് കൊടുക്കുന്ന മറ്റൊരു മഹത്തായ ഒരു ചടങ്ങ് കൂടിയാണ്. സ്വർണ്ണത്തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് S. അബ്ദുൾ റഷീദ് കോയിക്കൽ നിർവഹിച്ചു. കരകൗശല വിദ്യ കൊണ്ട് മാസ്മരിക ലോകം സൃഷ്ടിക്കുന്ന ആർട്ടിസാൻസിന്റെ ദിനം ഇന്ന്. അതുകൂടാതെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാമത് ജന്മദിനം കൂടിയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ശ്രീ K. സുരേന്ദ്രന്റെയും അഡ്വക്കേറ്റ് അബ്ദുൽ നാസറിന്റെയും നേതൃത്വം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്വർണ്ണാഭരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിലെമ്പാടും 200-ൽ പരം യൂണിറ്റുകളിലായി 1000-നും 2000-നും ഇടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി കാതുകുത്തി സ്വർണ്ണക്കമ്മലിടുകയും അതോടൊപ്പം തന്നെ മുതിർന്ന സ്വർണ്ണ തൊഴിലാളികളെ ആദരിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഭാഗമായി യുവ വ്യാപാരികൾ രക്തദാനം നൽകാനും സന്നദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു അവസരമാണ്. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നിർണായക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ തന്നെ എല്ലാ വ്യാപാര മേഖലകളും ഇന്നൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ധനസഹായ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ നിർവഹിച്ചു. 1994 ഇവിടെ നിന്ന് വ്യാപാരം ആരംഭിക്കാൻ വേണ്ടി പന്തളത്ത് പോയി വ്യാപാരം ആരംഭിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഓർക്കുന്നു, ഏറ്റവും വലിയ തോതിൽ വ്യാപാരം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മുടെ കണക്കെല്ലാം പറയുമ്പോൾ 800 ഗ്രാം ആവറേജ് ഒരു 10 വർഷക്കാലം ബിസിനസ് ചെയ്ത ഒരാളാണ്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് നമുക്ക് ഈ വ്യാപാരത്തിലുണ്ടായ വലിയ മാന്യതയും പുതിയ ആളുകളെന്നല്ല വൻകിടക്കാരുടെ കടന്നുകയറ്റവും ഞാനടക്കമുള്ള ചെറുകിട വ്യാപാരികളെ വല്ലാതെ തളർത്തി. എനിക്കറിയാം, ഇവിടുന്ന് പാർക്ക് മൈതാനത്ത് നിന്ന് വടക്കോട്ടുള്ള പാലം കഴിഞ്ഞ് പോയാൽ ഇരുവശത്തും സ്വർണത്തിന്റെ തിളക്കമായിരുന്നു. കാലം സ്വർണ്ണമായിരുന്നു, ഇരുവശത്തും സ്വർണം മാത്രമായിരുന്നു. എത്രയോ കടകളായിരുന്നു. എല്ലാ കടകളിലും ആവശ്യത്തിന് സ്വർണവും നല്ല നിലയിൽ വലിയ വ്യാപാരം നടക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഇന്ന് അതുവഴി നടന്നു പോയാൽ തന്നെ നമുക്കറിയാം, അവിടെ കടകളിൽ ഉണ്ടായിരുന്ന കടകളെല്ലാം പലതും പച്ചക്കറി കടകളും പാത്രക്കടകളും ഇരുമ്പ് കടകളും ഒക്കെ ആയിട്ട് മാറി. ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന 100 കണക്കിന് ആളുകൾ അത് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പന്തളത്ത് കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് വ്യാപാരത്തിന് വന്നിട്ടുള്ള ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യാപാരി, ഇപ്പൊ രാജേഷ് ജ്വല്ലറി, പാലക്കൽ ജ്വല്ലറി,
തുടങ്ങിയവർ, അതുപോലെ തന്നെ രാജധാനി ജ്വല്ലറി എന്നെല്ലാം പറയുന്നവർ അവിടെ വന്ന് വ്യാപാരം നടത്തിയിരുന്നു. ഞാനൊരു കച്ചവടക്കാരനായിരുന്നില്ല. എൻ്റെ നേച്ചർ നമ്മുടെ ബേസിക് നമ്മളൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടായിരിക്കും എൻ്റെ കച്ചവടം എനിക്ക് ആ കച്ചവടം നടക്കുന്ന സമയത്തൊക്കെ തന്നെ പൊതുരംഗത്തേക്ക് വരികയും തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് ആവുകയും കോൺഗ്രസിന്റെ ഡി സെക്രട്ടറി ഒക്കെ ചെയ്ത് നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോയെങ്കിലും വ്യാപാരികളായിട്ടുള്ള വ്യാപാരം മാത്രം ചെയ്തിട്ടുള്ള ആളുകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ AHM ഹുസൈൻ, ഷിബുരാജ്, എസ് സക്കീർ ഹുസൈൻ, മിഥുൻ ശ്രീധർ, ഷാനവാസ് മംഗല്യ, അബു ജനദ, നിസാം അറഫ, ഫൈസൽ ടിയാറ, അഷ്റഫ് പായിക്കാട് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വിവിധ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് 150-ൽ പരം കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചതെന്ന് ജില്ലാ ഭാരവാഹികളായ AHM ഹുസൈൻ, ഷിബുരാജ്, എസ് സക്കീർ ഹുസൈൻ എന്നിവർ പറഞ്ഞു. CD നെറ്റ് ന്യൂസ് കായംകുളം.